രാജിയിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഈ രാജിയിൽ ഒതുങ്ങരുത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രതികരണത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തക നിലയിൽ എനിക്കൊരു ഭയം കൂടിയുണ്ട്. കാരണം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അവന്തികയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അവന്തികയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അയാൾ എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ആവശ്യപ്പെട്ടത് കേരളത്തിന് പുറത്ത് എനിക്ക് നിങ്ങളെ ഒന്ന് ബലാത്സംഗം ചെയ്യണം എന്നാണ്. എനിക്ക് നിങ്ങളെ റേപ്പ് ചെയ്യുന്നത് പോലെ ബന്ധപ്പെടണം എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികനായി പാലക്കാട് പോലെയൊരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എങ്ങനെ തുടരും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണ് എന്നിരിക്കട്ടെ. ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിലേക്ക് വരാം. എങ്കിൽ പോലും പക്ഷേ ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ അത് വാസ്തവമാണെങ്കിൽ ആ അവന്തിക കോൾ ലിസ്റ്റ് അടക്കമാണ് നമ്മുടെ ചർച്ചയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരാളെ നിയമസഭ അർഹിക്കുന്നുണ്ടോ, പാലക്കാട്ടെ വോട്ടർമാർ അർഹിക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പൊളിയുന്നു, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസവുമായി മറ്റുള്ളവർ രംഗത്ത് വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് വിൻസെൻ്റ് MLA-യുമായോ PK ശശിയുമായോ അതല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുമായോ ഒക്കെ മുകേഷ് MLA-യുമായോ ഒക്കെ തന്നെ നമുക്കതിനെ സമീകരിക്കുകയും ചെയ്യാം. പക്ഷേ സമീകരണം സാധ്യമാകാത്ത 2-3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു തന്നെ പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ MLA എന്തുകൊണ്ടാണ് ഇന്ന് വളരെ പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിലും അദ്ദേഹം നിയമത്തിൻ്റെ പരിരക്ഷയാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം നിയമത്തിൻ്റെ മറപറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു കാര്യം ഈ നിമിഷം വരെയും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോടും പ്രതിപക്ഷ നേതാവിനോടും പറയാനുള്ള 2 കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റിപ്പോർട്ടർ TVക്ക് ഒരു അജണ്ടയുണ്ടെന്നാണ്. ഉണ്ടെന്നേ. ആ അജണ്ട എന്താണ്? ഇതുവരെയും പ്രതിപക്ഷം പറയുന്നത് അതേപടി വിഴുങ്ങി പ്രസിദ്ധീകരിച്ചിരുന്നൊരു മാധ്യമ സ്ഥാപനത്തെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. നമ്മളങ്ങനെയല്ല. എല്ലാത്തരം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളും ചൂണ്ടിക്കാണിക്കും. പ്രതിപക്ഷ സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയല്ല. അതുകൊണ്ട് പറയട്ടെ, സത്യത്തിനും നീതിക്കുമൊപ്പം നിലയുറപ്പിക്കുക എന്നതാണ് റിപ്പോർട്ടർ TVയുടെ അജണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള എൻ്റെ 2 ലളിതമായ ചോദ്യങ്ങൾ. ഈ പരാതി വരുന്നത് 3.5 വർഷം മുൻപാണ് എന്ന് റിനി ആൻഡ് ജോർജ് ഇന്നലെ നമ്മളോട് സംസാരിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ ഫോറങ്ങളിലും ഈ പരാതി താൻ ഉന്നയിച്ചു എന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞതുമാണ്. ആ പറയുന്ന ഘട്ടങ്ങളിലെല്ലാം എല്ലാവർക്കും ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സമ്മതിക്കുന്നുണ്ട്, പറവൂരിൽ നിന്നുള്ള ഈ പെൺകുട്ടി, ഒരു പിതൃതുല്യമായ വാത്സല്യമുള്ള ഈ പെൺകുട്ടി തന്നോട് ഈ കാര്യം സൂചിപ്പിക്കുകയും പിതൃതുല്യ വാത്സല്യത്താൽ ഇത് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് സർ അങ്ങ് പരിഹരിക്കാൻ ശ്രമിച്ചത്? PK ശശിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ അത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്ന സമയത്ത് അങ്ങയുടെ നിലപാടെന്തായിരുന്നു? പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമാണോ എന്നായിരുന്നില്ലേ? എന്തായിരുന്നു ഈ പെൺകുട്ടി അങ്ങയോട് പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് എന്താണ്? പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഒരു സ്വകാര്യ താല്പര്യത്തോടു കൂടി, ലൈംഗിക താല്പര്യത്തോടു കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പെൺകുട്ടിയെ ക്ഷണിച്ചുവെന്നായിരുന്നില്ലേ നമ്മളോട് പറഞ്ഞത്? പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഒരു പെൺകുട്ടിയെ ഒരു ചാറ്റ് ചെയ്ത് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് BNSൻ്റെ സെക്ഷൻ 79 പ്രകാരം നിലവിലൊരു കുറ്റകൃത്യമല്ലേ? നിലവിൽ ആ കുറ്റകൃത്യം പ്രതിപക്ഷ നേതാവായ താങ്കളോട് ആ പെൺകുട്ടി പറയുമ്പോൾ പിതൃതുല്യമായ സ്നേഹത്തോടു കൂടി കവിളിലൊന്ന് തട്ടി ഇനി കുറുമ്പൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് വിടലാണോ പ്രധാനപ്പെട്ട കാര്യം? ആ പീഡനത്തിൻ്റെ കാഠിന്യവും തീവ്രതയും അളക്കാൻ പ്രതിപക്ഷ നേതാവിനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നിമിഷം അതൊന്നുകിൽ പോലീസിൽ പരാതിപ്പെടണം എന്നുള്ളത് ആ പെൺകുട്ടിയോട് പറയാമായിരുന്നില്ലേ? ഈ വിഷയം വന്നു കഴിഞ്ഞതിനു ശേഷവും ആ പെൺകുട്ടിയുടെ പരാതി ഇതാണെന്നേ, ആ പരാതി ഉന്നയിച്ചതിന് ശേഷവും സ്ഥാനമാനങ്ങൾ കിട്ടി എന്നുള്ളതാണ്. 3.5 വർഷം മുമ്പ് ആ പെൺകുട്ടി പരാതി ഉന്നയിച്ചതിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പദവികൾ ഓരോന്നായി വെച്ച് ഒടുവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തന്നെ താങ്കളടക്കമുള്ള പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ച് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നത്? താങ്കൾക്ക് അവിടെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനൊരു പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുണ്ട് എന്ന് താങ്കൾ ഏതെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവേ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ വളരെ ലളിതമായി അതിൽ നൊഴിയാൻ കഴിയുക എന്ന ചോദ്യം പ്രസക്തമാണ്. അതാണ് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളിൽ മറ്റെന്തെങ്കിലും പരാതികളുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ ടേപ്പിൽ
ഗർഭഛിദ്രത്തിന് വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. BNS സെക്ഷൻ 89 പ്രകാരം ഒരു പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ ആ പെൺകുട്ടിയുടെ ഭ്രൂണത്തെ നശിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ, ഗർഭഛിദ്രത്തിനൊരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ 10 വർഷം വരെ തടവിനുള്ള ഒരു കുറ്റകൃത്യമാണത്. ആ കുറ്റകൃത്യം അതൊരു കോഗ്നിസിബിൾ ഒഫൻസായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. നിലവിൽ അങ്ങനൊരു കുറ്റകൃത്യം ഇയാൾ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെ ഒരു തെളിവ് മുന്നിൽ വന്നു കഴിഞ്ഞിട്ടും നിയമപരമായി ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇനി ഏറ്റവും പ്രസക്തമായ കാര്യം, ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെന്നാണ്. അതുകൊണ്ട് എന്താ മെസ്സേജ്? അത് എങ്ങനെയാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്? യൂത്ത് കോൺഗ്രസ്സുകാരും എന്നെ ന്യായീകരിച്ച്, പാർട്ടിക്കാരും എന്നെ ന്യായീകരിച്ച് സമയം കളയേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. അതാണോ പാർട്ടിയുടെ നിലപാട്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത വ്യക്തിപരമായ തീരുമാനമാണെന്ന് ഇപ്പോഴും ആർജവത്തോടെ പറയുന്നുണ്ടോ? നമ്മളുടെ അന്വേഷണത്തിൽ ബോധ്യമായത് എന്താ? ഇത് കൃത്യമായി മുകളിൽ നിന്ന് വന്ന മെസ്സേജ് വളരെ കൃത്യമായിട്ടുള്ളതായിരുന്നു. രാജിവെക്കാതെ രക്ഷയില്ല എന്ന ഘട്ടത്തിൽ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും രാജിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ ചരിത്രം നിങ്ങളെ തിരിഞ്ഞുകൂത്തില്ലേ? ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ സാർ. 1963 ഡിസംബർ മാസത്തിൽ PT ചാക്കോ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിസഭയിലെ ഹോം മിനിസ്റ്റർ കൂടിയായിരുന്ന PT ചാക്കോ തൻ്റെ MLA ബോർഡ് വെച്ച കാറിൽ ചങ്ങനാശ്ശേരി വഴി കടന്നു പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ ഡ്രൈവറെ വിട്ടു. എന്നിട്ട് അദ്ദേഹം സ്വയം വാഹനം ഓടിച്ചു പോവുകയും ആലുവയിൽ നിന്ന് മറ്റൊരു സ്ത്രീ ആ വാഹനത്തിൽ കയറുകയും തൃശ്ശൂരിൽ പീച്ചിയിൽ അടുത്തു വെച്ച് ഒരു കാളവണ്ടിയിൽ ഇടിക്കുകയും ചെയ്യുന്നു. കാളവണ്ടിക്കാരന് നിസ്സാര പരിക്കേ സംഭവിച്ചുള്ളൂ. ആ വാഹനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതും കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് സത്യാഗ്രഹം കിടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ലേ? പാർട്ടിയിൽ അദ്ദേഹത്തിന് പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയില്ലേ? ഒടുവിൽ ഹൃദയം പൊട്ടിയല്ലേ PT ചാക്കോ മരിച്ചത്? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ സാർ? ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു നേതാവിനോട് പിതൃവാത്സല്യത്തോടു കൂടി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ? PT ചാക്കോ എന്തിനാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആളുകൾ വേട്ടയാടിയത് സാർ? PT ചാക്കോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി നാളിന്നേ വരെ ചരിത്രത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ സാർ? ആ കാളവണ്ടി ഓടിച്ച ആൾക്ക് പോലും ഒരു പരിക്കുമില്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമല്ലേ സാർ? എന്നിട്ടും PT ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും അംഗമായിരുന്ന PT ചാക്കോയെ വേട്ടയാടിയ പാർട്ടിയായിരുന്നില്ലേ അന്നത്തെ കോൺഗ്രസ്? അതിൽ നിന്ന് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ചോദിക്കുകയാണ്, പിതൃതുല്യമായ വാത്സല്യത്തോടു കൂടി ഞാൻ ആ പരാതി പരിഹരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ചരിത്രം ഓർമ്മയുണ്ടാകണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി പാലക്കാടുള്ള ഓരോ വ്യക്തിക്കും ഈ MLAയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഭയമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കണം. ഇന്നിപ്പോൾ അവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിയപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഭാരവാഹികൾ പറയുന്നത് ആ പരിപാടിയുടെ ശോഭ കെടും എന്നുള്ളത് കൊണ്ടാണ്. നാണക്കേടല്ലേ സാർ? എങ്ങനെയാണ് ഇനി സ്ത്രീ സൗഹൃദമായൊരു പദ്ധതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പാടോടുകൂടിയല്ലാതെ ആളുകൾക്ക് സമീപിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സാഹചര്യം ഒരു മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടാക്കി വെച്ചാൽ അതെങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. പ്രതികരണം ആരുടെയും വന്നിട്ടില്ല കേട്ടോ. AKGയെ കുറിച്ച് അനാവശ്യമായ പലതും എഴുതി പിടിപ്പിച്ചൊരു നേതാവുണ്ടായിരുന്നു, പേര് VT ബൽറാം. 22 വയസ്സുള്ളപ്പോഴാണ് സുശീല ഗോപാലിനെ AKG വിവാഹം കഴിക്കുന്നത്. അന്ന് പ്രത്യേക മമത ഇൻവേർട്ടഡ് കോമയിലിട്ടാണ് AK ഗോപാലനെ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിയെ അന്ന് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത്. മിസ്റ്റർ VT ബൽറാം, താങ്കളുടെ സുഹൃത്തായ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്താൻ പെൺകുട്ടിയെ കമ്പൽ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തു വെച്ച് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമണിനെ ബലാത്സംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്ത് തരം മമതയായിട്ടാണ് അങ്ങ് രേഖപ്പെടുത്തുക സാർ? ആ ചോദ്യത്തിന് മറുപടി വേണം. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കൊണ്ടു നടന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഷാഫി പറമ്പിൽ MLA, ഷാഫി പറമ്പിൽ MP. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP ഒരു വാക്ക് കേട്ടോ നിങ്ങൾ? ബീഹാറിലേക്ക് പോയിട്ടുണ്ട്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് തിടുക്കത്തിൽ പോയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. പല പാർട്ടിയിലും ഇത്തരത്തിലുള്ള പുരുഷ കേന്ദ്രീകൃതമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ മൗലൂസെ ജാടയാണോ, ഗ്ലാമർ കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വരും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ചാറ്റാണ്. ശ്രീലങ്കയിലാണോ, എനിക്കും വരാം കൂടെ എന്നുള്ള മെസ്സേജുകൾ വരും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഈ വലവിരിക്കൽ ഒടുവിൽ വലയിൽ കുടുങ്ങുമ്പോൾ മാത്രമാണ് അവസാനിക്കുക എന്നുള്ളതാണ്. ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം കഥയല്ല. പക്ഷേ കേരളം ഇതൊരു പാഠമായി എടുക്കണമെന്നാണ് പറയാനുള്ളത്. പലതുകൊണ്ടും നമ്മൾ പഠിക്കുന്നില്ല. പുരുഷ കേന്ദ്രീകൃതമായൊരു പാർട്ടി ഘടനയ്ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി MLA സ്ഥാനത്തുനിന്ന് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം അതിന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ
യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന ഒരാൾക്ക് MLA ആയി എങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേണ്ടെങ്കിൽ പാലക്കാട്ടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർമാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ വേണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിനുള്ള മറുപടി പാർട്ടി തന്നെ കണ്ടെത്തുമായിരിക്കും. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം PR വർക്ക് കൊണ്ടും റീൽസ് കൊണ്ടുമല്ല ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത മനുഷ്യർ. ഇപ്പോഴും ആ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടു കൂടി തലയുയർത്തി നടത്താനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ സംജാതമാക്കണം. അതിന് ഇതേപോലെയുള്ള നേരത്തെ എന്താ വാക്ക് പറഞ്ഞത്, ഗിരിരാജൻ കോഴി എന്ന്, ഒരുപക്ഷെ ഒട്ടകപ്പക്ഷിയെ പോലെ തലതാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗിരിരാജൻ കോഴിയായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടകപ്പക്ഷിയെ പോലെ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാജിക്കാര്യം പറയാൻ നേതാക്കൾക്ക് പേടിയാണത്രേ. രാജിക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ രാജിയുടെ നമ്പർ ചോദിക്കും എന്നാണ് ട്രോളുകളിൽ വന്നിരുന്നത്. പൂജയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ ഏത് പൂജ, പൂജയുടെ നമ്പർ എവിടെ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് പരിഹാസ്യമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ഇനി പാലക്കാടിന് വേണോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നല്ല ചൂടോടുകൂടി ഈ കാര്യങ്ങളോട് വിശദീകരിക്കുന്ന, ഈ പറയുന്ന ഒരു തരത്തിലുള്ള അഴുക്കും പറ്റാതിരിക്കുന്ന നേതാക്കളുണ്ട്. അഭിജിത്തിനെ പോലെ എത്രയോ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. ആരുടെയും പെട്ടിയെടുപ്പുകാരായിട്ട് മാത്രമല്ല, പാർട്ടിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങളിൽ വളരെ സമർത്ഥമായി ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ PR വർക്ക് ചെയ്യാനൊന്നും കഴിയുന്നുണ്ടാവില്ല, റീലുകളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, രാത്രിയിൽ ഇതേപോലെ മെസ്സേജുകളിട്ട് ആരെയും വലയിൽ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. അവരിൽ ഈ പാർട്ടി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത്. ഈ പറയുന്ന ന്യായീകരണങ്ങൾ വഴി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് രാജിയിൽ ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് രാജിയിൽ ഒതുങ്ങരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.